ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ എക്സാം ഡേറ്റ് കൺഫേമായി. സെപ്റ്റംബർ 6 മുതൽ 16 വരെയാണ് ഇപ്രാവശ്യത്തെ +1 ഹയർ സെക്കൻഡറി എക്സാം. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നോക്കൂ. എക്സാം തുടങ്ങുന്ന ദിവസം 6 മൺഡേ സോഷ്യോളജി, ആന്ത്രോപോളജി, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി, ഇലക്ട്രോണിക് സിസ്റ്റംസ്. പലരുടെയും ഓപ്ഷണൽ സബ്ജക്ട്സ് പലതാണ്. ഓരോരുത്തരും അവരവരുടെ സബ്ജക്ട്സ് ശ്രദ്ധിക്കൂ. 7 ട്യൂസ്ഡേ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. 8 വെനസ്ഡേ പാർട്ട് 2 ലാംഗ്വേജസ്. പാർട്ട് 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്. ഓരോരുത്തരുടെയും സെക്കൻഡ് ലാംഗ്വേജ് ഡിഫറൻ്റ് ആണ്. ചിലരുടെ ഹിന്ദിയാണ്, മലയാളമാണ്, അറബിക്, ഫ്രഞ്ച്. ഏതാണോ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അതാണ് ആ ദിവസം. പിന്നെ 8 മറ്റു സബ്ജക്ട്സ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ഓൾഡ് സിലബസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. 9 തേഴ്സ്ഡേ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. 10 ഫ്രൈഡേ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ്, ശാസ്ത്ര, സൈക്കോളജി. 13 മൺഡേ ഫിസിക്സ്, എക്കണോമിക്സ്. 14 ട്യൂസ്ഡേ പാർട്ട് 1 ഇംഗ്ലീഷ്. പാർട്ട് 1 ഇംഗ്ലീഷ് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് നമ്മുടെ ഇംഗ്ലീഷ്. 15 വെനസ്ഡേ ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. 16 തേഴ്സ്ഡേ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ടൈം ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. കണ്ടിന്യൂസ് ആണ് എക്സാം. 6 മുതൽ 16 വരെ കണ്ടിന്യൂസ് ആണ് എക്സാം. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും. പഠിക്കാൻ ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ പഠിക്കുക. പിന്നെ പഠിക്കാമെന്ന് മാറ്റി വയ്ക്കരുത്. സമയമുണ്ട്. ഓഗസ്റ്റ് വരെ സമയമുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളിൽ പലരും ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങി. സെപ്റ്റംബറിലാണ് എക്സാം. സമയമുണ്ട്. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ മതി. പരീക്ഷയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അല്ലെങ്കിൽ അതിനെല്ലാം മറുപടിയായി മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് നൽകാം. +1 ഹയർ സെക്കൻഡറി എക്സാം രാവിലെയാണ്. രാവിലെ 9:30 നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുക. 9:30 എക്സാം ഹാളിൽ ചെന്നാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് നൽകും. 9:40 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾക്ക് ഇപ്രാവശ്യം 20 മിനിറ്റ്സ് ആണ് കൂൾ ഓഫ് ടൈം. 9:30 മുതൽ 9:40 വരെ 10 മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലെ ഫ്രണ്ട് പേജ് ഫില്ലപ്പ് ചെയ്യാനുള്ള ടൈമാണ്. വളരെ കൂളായി അതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. 9:40 മുതൽ 10 മണി വരെ 20 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം. 10 മണിക്ക് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതി തുടങ്ങാം. മറ്റൊരു പ്രധാന കാര്യം ഇപ്രാവശ്യത്തെ എക്സാം നോട്ടിഫിക്കേഷനിലുള്ളത്, ഇപ്രാവശ്യം ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. സാധാരണ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞതിന് ശേഷം തോൽക്കുന്ന കുട്ടികൾക്കും അതുപോലെ മാർക്ക് കുറയുന്നവർക്കും ഇംപ്രൂവ്മെൻ്റ് എന്നൊരു ചാൻസ് ഉണ്ട്. ആ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് 3 സബ്ജക്ട്സ് എഴുതി മാർക്ക് കൂട്ടാനൊരു ചാൻസ് ഗവൺമെൻറ് തന്നിരുന്നു. എന്നാൽ നോട്ടിഫിക്കേഷനിൽ ഇപ്രാവശ്യം പ്രത്യേകം പറയുകയാണ്, ഈ വർഷം ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഇയർ എക്സാമിന് തന്നെ നിങ്ങൾ എഴുതി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഹാർഡ് വർക്ക് ചെയ്യുക. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയാലേ സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ സാധിക്കൂ. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ സെക്കൻഡ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. ഇപ്രാവശ്യം CE മാർക്കുണ്ട്. ഓരോ സബ്ജക്ട്സിനും 20 മാർക്സ് വീതം നിങ്ങളുടെ അതാത് ടീച്ചേഴ്സ് നൽകുന്ന CE മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്കും ഉണ്ട്. നിങ്ങളുടെ പഠനം വിലയിരുത്തി അതാത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് CE മാർക്ക് നൽകും. പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്കൂളിലാണ്. ജൂണിലാണ്
ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. ഫൈൻ ഇല്ലാതെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15/6/2021 ജൂൺ 15-ാം തീയതി. ഫീസ് അടയ്ക്കാൻ അഥവാ താമസിക്കുകയാണെങ്കിൽ ഫൈനുണ്ട്, സൂപ്പർ ഫൈനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഇനി അധികം വൈകണ്ട, പരീക്ഷയ്ക്കായി തയ്യാറെടുക്കൂ. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മറ്റു സംശയങ്ങളെല്ലാം ചേർത്ത് പരീക്ഷയെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ.